രണ്ട് കൈയിലെ കൂടി ഇത്ര ഒരു പിടി മണ്ണെടുത്താൽ ആ മണ്ണുണ്ടാകാനായിട്ട് 1000 വർഷം വേണം. ബലഭൂയിഷ്ഠിത എന്ന് പറയുന്നത് pH ആയിട്ട് കുറേ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ആ മണ്ണിൽ NPK പോലുള്ള മൂലകങ്ങൾ, ഒത്തിരി സൂക്ഷ്മ മൂലകങ്ങൾ വേറെയും. ഇതെല്ലാം സുലഭമാണല്ലോ നോർമൽ മണ്ണിലും. മണ്ണിൻ്റെ പുളിരസം മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ മണ്ണിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടായി കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ മണ്ണിന് ഇങ്ങനെ പുളിരസം വരാൻ കാരണം? 3 മാർഗങ്ങളിൽ കൂടിയാണ് മണ്ണിൻ്റെ പുളിരസത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. പുതിയതായിട്ട് കൃഷി തുടങ്ങുന്ന ആളുകൾ ഇത് 3ഉം അപ്ലൈ ചെയ്ത ഒരു പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള കൂവപ്പടി ഗ്രാമത്തിലാണുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളോടൊപ്പം ഉള്ളത് KVS മണി സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ പേരിലും എൻ്റെ പേരിലൊക്കെ സാറിന് നമ്മുടെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുപാട് കൺഫ്യൂഷനായി കിടക്കുന്ന ഒരു കാര്യമാണ് pH, അതായത് മണ്ണിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇന്ന് സാറിൻ്റെ അറിവ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ മുമ്പേ സാറ് പറഞ്ഞു തന്നു, അപ്പോൾ കേട്ടപ്പോൾ ആകെപ്പാടെ ഒരു ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അത് സാറും പ്രേക്ഷകരുമായ നിങ്ങളോടൊപ്പം ഒക്കെ ഇപ്പോൾ സാറ് പങ്കുവയ്ക്കും. അപ്പോൾ നമസ്കാരം സാർ. നമസ്കാരം. ഓൾറെഡി ഒന്നാളെ പറഞ്ഞു പോയി, എന്നാലും ഓക്കെ. നമുക്കിപ്പോൾ മണ്ണെന്താണെന്നും പിന്നെ ഈ pHൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, കറക്റ്റ് ആക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താണ് pH എന്നും എന്താണ് നല്ല മണ്ണെന്നും സാറൊന്ന് വേർതിരിച്ച് പറഞ്ഞു തരിക. നല്ലൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല, നമുക്ക് അറിയാം, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് 2 കൈയിലെ കൂടി ഇത്ര ഒരു പിടി മണ്ണെടുത്താൽ ആ മണ്ണുണ്ടാകാനായിട്ട് 1000 വർഷം വേണം. 500 മുതൽ 1000 വർഷം വരെ സമയം ഒരു പിടി മണ്ണുണ്ടാവാൻ. പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. ഒരു പിടി മണ്ണുണ്ടാവാനായിട്ട് നമുക്ക് 500 മുതൽ 1000 വർഷം വരെ വേണം. അത് നമുക്ക് വായിച്ചുള്ള അറിവുകളാണ്. അപ്പോൾ അത്രയും പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്നു. അത് 1000 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 500 മുതൽ 1000 വർഷങ്ങൾ കൊണ്ടാണ് മണ്ണ് ഉണ്ടാകുന്നതെന്ന് ഈ കാലഘട്ടത്ത് ഒരുവിധ ആളുകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പഴയ കാലഘട്ടത്തെ ആളുകൾക്ക് അത്ര അറിവുണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയ പോലുള്ള ഒരുപാട് മാധ്യമങ്ങൾ വന്നപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, 1000 വർഷം അല്ലെങ്കിൽ 500 വർഷം കൊണ്ട് ഒരു പിടി മണ്ണുണ്ടാവുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ ഉണ്ടാകുന്ന ഈ മണ്ണ്, ആ മണ്ണിൽ NPK പോലുള്ള മൂലകങ്ങൾ, ഒത്തിരി സൂക്ഷ്മ മൂലകങ്ങൾ വേറെയും. ഇതെല്ലാം സുലഭമാണല്ലോ നോർമൽ മണ്ണിലും. എല്ലാ മണ്ണിലും നമുക്ക് ഓരോ സ്ഥലത്തെ മണ്ണെടുത്ത് നോക്കേണ്ടി വരും. ഇപ്പോൾ ഒരു സ്ഥലത്തെ മണ്ണ് പോലെ ആയിരിക്കില്ല മറ്റേ സ്ഥലത്തെ മണ്ണ്. അപ്പോൾ ആ ഓരോ പിടി മണ്ണിലും ഓരോ മൂവ്മെൻറ്റിലും അതിൻ്റെ ബലഭൂയിഷ്ഠിതയ്ക്ക് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി കൃഷി തുടങ്ങുന്ന സമയത്ത് മണ്ണിൻ്റെ പുളിരസം മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ മണ്ണിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടായി കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ മണ്ണിന് ഇങ്ങനെ പുളിരസം വരാൻ കാരണം? കാരണം നമ്മൾ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവിടെ മാറ്റം വരുന്നുണ്ടല്ലോ. അത് നമുക്ക് 2 രീതിയിൽ നമുക്ക് അതിനെ ചിന്തിക്കാം. ബലഭൂയിഷ്ഠിത എന്ന് പറയുന്നത് pH ആയിട്ട് കുറേ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ ചെരിഞ്ഞു കിടക്കുന്ന പ്രതലമാണെങ്കിൽ അവിടെ നിന്ന് വളങ്ങളും എല്ലാം തന്നെ കുത്തിയൊലിച്ചു പോകും. നെവരെ കിടക്കുന്നൊരു സ്ഥലമാണെങ്കിൽ കൂടി ആ മണ്ണിൽ ബലഭൂയിഷ്ഠിത പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുളിരസം മണ്ണിലുണ്ടാവും. അപ്പോൾ ആ പുളിരസത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഒരു കർഷകൻ്റെ വിജയത്തിന്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ എൻ്റെ എനിക്ക് അനുഭവപ്പെട്ട എൻ്റെ അറിവുകൾ മാത്രമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. 3 മാർഗങ്ങളിൽ കൂടിയാണ് മണ്ണിൻ്റെ പുളിരസത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ പുരാതന കാലം തുടങ്ങി യൂസ് ചെയ്യുന്നതാണ് കുമ്മായം. അതിനുശേഷം വന്ന തലമുറ പച്ചക്കക്ക, അത് 2 തലമുറയ്ക്കും ഉണ്ടായിരുന്നു.
ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഡോളോമൈറ്റ്. അപ്പോൾ ഇപ്പം പുതിയതൊരാൾ ഒരു കൃഷി തുടങ്ങുകയാണെങ്കിൽ ആ വ്യക്തി എങ്ങനെയാണ് ആ pH-നെ കൺട്രോൾ ചെയ്യുക, അതാണ് നമുക്ക് അത്യുത്തമമായിട്ട് പറയാൻ നമ്മൾ ശ്രമിക്കുന്നത്. ആ വ്യക്തി 2 കൊട്ട മണ്ണ്, അതായത് 8 കൊട്ട മണ്ണ്, 8 കൊട്ട മണ്ണ് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 കൊട്ട മണ്ണിൽ ഡോളോമൈറ്റ് ഇടുക, 2 കൊട്ട മണ്ണിൽ കുമ്മായം ഇടുക, 2 കൊട്ട മണ്ണിൽ പച്ചക്കക്ക ഇടുക. ഇത് മൂന്നുമാണ് പറഞ്ഞു കേട്ടിടത്തോളം നമ്മുടെ അറിവ് അനുസരിച്ച് ഡോളോമൈറ്റ്, പച്ചക്കക്ക, കുമ്മായം, ഇത് 3 ഇടുമ്പോഴാണ് pH-നെ കൺട്രോൾ ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. പുതിയതായിട്ട് കൃഷി തുടങ്ങുന്ന ആളുകൾ ഇത് 3ഉം അപ്ലൈ ചെയ്ത് ഒരു പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് മണ്ണിൻ്റെ പുളിരസത്തെ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരു കാര്യം സ്വയം ചെയ്ത് ബോധ്യമായിട്ടില്ല. ഈ കാലഘട്ടത്തിൽ അതാണ് പ്രശ്നം. ആരെങ്കിലും ഒരാൾ എവിടെയോ നിന്ന് പറയും pH അത് ചെയ്താൽ pH ശരിയാവും, ഇത് ചെയ്താൽ pH ശരിയാവും. ആരും പരീക്ഷണങ്ങൾ സ്വന്തം ഏറ്റെടുത്ത് നടത്തുന്നില്ല. അത് ചിലവോർത്തിട്ടായിരിക്കാം. ചിലവോർത്തിട്ട് മാത്രമല്ല, ഇങ്ങനെ ചിലപ്പം ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. ഇപ്പം നമ്മൾ 3 വെറൈറ്റി സാധനങ്ങൾ പറഞ്ഞു. ഒന്ന് കുമ്മായം പറഞ്ഞു, ഡോളോമൈറ്റ് പറഞ്ഞു, പച്ചക്കക്ക പറഞ്ഞു. ഇത് 3ഉം ഈ 2 കൊട്ട എന്ന് പറയുമ്പോൾ 6 കൊട്ട മണ്ണേ ഉള്ളൂ. 6 കൊട്ട മണ്ണിൽ ഇത് 3ഉം ഇട്ട് ആ വ്യക്തി പരീക്ഷിച്ചിട്ട് ആ വ്യക്തിക്ക് വ്യക്തമായിട്ടൊരു റിസൾട്ട് കിട്ടുമല്ലോ. ഏത് ബെറ്റർ എന്ന് പറഞ്ഞത് കർഷകൻ തീരുമാനിച്ചെടുത്തോട്ടെ. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഈ കർഷകൻ അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത്. അല്ല, നമ്മൾ ആ തരത്തിലേക്ക് നമ്മൾ കിടക്കണ്ട. നമ്മൾ ഇതൊരു പുതിയ അറിവ് കൊടുക്കുകയാണ്, പുതിയൊരു അറിവ്. നമ്മൾ ഈ 2 കൊട്ട മണ്ണ്, അതിനകത്ത് 2 കൊട്ടയിൽ ഡോളോമൈറ്റ്, 2 കൊട്ടയിൽ കുമ്മായം, 2 കൊട്ടയിൽ പച്ചക്കക്ക 15 ദിവസം ഇട്ട് വയ്ക്കുക. അത് കൃഷിയിലെ പരമപ്രധാനമാണ്. കൃഷി തുടങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്ത് കൃത്യമായിട്ട് അതിനകത്ത് തൈ നട്ട് നോക്കിക്കഴിഞ്ഞാൽ. സാറിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇത്ര നാൾ. ഇപ്പം നമ്മൾ പരീക്ഷ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഏതാണെന്ന് നോക്കി നമുക്ക് എടുക്കാം. അവനവന് ബോധ്യപ്പെട്ട് ചെയ്യാം. അതെ, അവനവന് ബോധ്യപ്പെട്ട് പറയേണ്ട ആദ്യം നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. കാഴ്ചപ്പാട് എല്ലാത്തിലും ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ 2 കൊട്ട ഇട്ടു, അതിനകത്ത് ആദ്യത്തേൽ ഡോളോമൈറ്റ് ഇട്ടു, രണ്ടാമത്തേൽ കുമ്മായം ഇട്ടു, മൂന്നാമത്തേൽ ഇതിട്ടു. 15 ദിവസം ഇട്ട് വച്ച് കഴിഞ്ഞാൽ അതിൻ്റെ pH ഒരുവിധം നിയന്ത്രണ വിധേയമാവുന്നതാണ് എല്ലാവരും പറയുന്നത്. അത് ശരിയുമാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിയന്ത്രണത്തിൽ എനിക്ക് ഡോളോമൈറ്റിലും പച്ചക്കക്കയിലും എനിക്ക് നിയന്ത്രണം കിട്ടിയിട്ടുണ്ട്, pH കിട്ടിയിട്ടുണ്ട്. കുമ്മായം ഞാൻ നോർമലി യൂസ് ചെയ്യാറില്ല. പണ്ട് മുതലേ ഞങ്ങൾ പച്ചക്കക്കയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇത് 3ഉം വെച്ച് പുതിയതായിട്ട് കൃഷി തുടങ്ങുന്ന ഒരാൾക്ക് പരീക്ഷിക്കാം. പിന്നെ ഇത് നമ്മുടെ മണ്ണ് നമ്മൾ ആദ്യമേ പറഞ്ഞു 1000 വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 500 വർഷങ്ങൾ കൊണ്ടാണ് ഒരു പിടി മണ്ണുണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മണ്ണിൽ ഒട്ടനവധി NPKയും ഒട്ടനവധി സൂക്ഷ്മ ജീവികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒപ്പം തന്നെ ഇതിൻ്റെ പുള്ളിരസം മാറിയാലാണ് ഇതിൽ നിന്ന് ഉൽപ്പാദനം കിട്ടുള്ളൂ എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 50% കൃഷിയുടെ ആദ്യത്തിൽ തന്നെ നമുക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് മണ്ണെന്താണെന്നും മണ്ണിൻ്റെ pH എന്താണെന്നൊക്കെ നമുക്ക് നമ്മുടെ മണിസാർ പറഞ്ഞു തന്നു. അപ്പം നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ 6 കൊട്ട മണ്ണിനകത്ത് ഓരോ തിരിച്ചെടുക്കുക, അതിനകത്ത് പച്ചക്കക്ക ഇടുക, ഡോളമൈറ്റ് ഇടുക ഓരോ സെക്ഷനിൽ. അതിനുശേഷം നമുക്ക് കുമ്മായം ഇട്ട് നോക്കുക. ഇങ്ങനെ ഈ ഒരു 3 സെക്ഷനായിട്ട് തിരിച്ചു കഴിക്കുന്ന ഏരിയയിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണോ ബെറ്റർ റിസൾട്ട് അത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഏതാണോ അന്ന് ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് തരുന്നതെന്ന്. എന്നിട്ട് നിങ്ങളതിന് ഈ മണ്ണിനകത്തേക്ക് പച്ചക്കക്ക ആണെങ്കിലും ഡോളമൈറ്റ് ആണെങ്കിലും കുമ്മായം ആണെങ്കിലും ഇടുന്നതാണെങ്കിൽ അത് നനഞ്ഞ അവസ്ഥയിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 15 ദിവസം അങ്ങനെ വെച്ചേക്കുക. എന്നാൽ മാത്രമേ അത് pH നോർമൽ ആവത്തുള്ളൂ. അങ്ങനെ ഒരു പരീക്ഷണത്തിന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ മണ്ണിലേക്ക് നമുക്ക് 3 രീതിയിലാണല്ലോ നമ്മൾ ചെയ്തത്. അതിനകത്തേക്ക് ഒരു കാന്താരിയോ പച്ചമുളകോ തക്കാളിയോ എന്തെങ്കിലുമൊക്കെ നട്ടു നോക്കുക.
എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ തന്നെ പഠിക്കുക, നമ്മളെ ആരും പറ്റിക്കരുത്. അപ്പം നമ്മൾ തന്നെ ചൂസ് ചെയ്യുക ഏത് നമുക്ക് വേണമെന്ന്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ യുക്തിപരമായിട്ട് ചിന്തിച്ച് നമുക്ക് നല്ലൊരു കർഷകനാകാം, അതുപോലെ നല്ലൊരു തലമുറ വാർത്തെടുക്കാം. ഇനി നമ്മുടെ ഓരോ എപ്പിസോഡും ഈ സാറിൻ്റെ അടുത്ത് ചെയ്തിരിക്കുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്, എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.